ഇനി അത്തോളിക്കാരുടെ ഒരു ആശങ്കയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ മെനിഞ്ഞാന്നിൻ്റെ തലേന്ന്, അതിനെന്താ അങ്ങനെ ഒറ്റ വാക്കുണ്ടോയെന്ന് പറയാം, മെനിഞ്ഞാന്നിൻ്റെ തലേന്ന് പുലിയാണ് അത്തോളിക്കാരെ ഉറക്കം കെടുത്തിയത്. പുലിയെ കണ്ടുവന്നൊരു വീട്ടമ്മയുടെ ഒരു വെളിപ്പെടുത്തലാണ് അത്തോളിക്കാരുടെ ഉറക്കം കെടുത്തിയെങ്കിൽ അതിന് പിറ്റേന്ന് കടുവയാണ് അത്തോളിക്കാരുടെ ഉറക്കം കെടുത്തുന്നത്. അത്തോളി കൂമുള്ളിയിൽ കടുവയെ കണ്ടെന്ന വാർത്തയെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും കടുവയുടേതെന്ന് കരുതുന്ന ഒരു അടയാളവും കണ്ടെത്താനായില്ല. പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പും RRT സംഘവും ഒക്കെയാണ് പരിശോധന നടത്തിയത്. തിങ്കളാഴ്ച രാത്രി 11-ന് ശബ്ദം കേട്ടു നോക്കിയപ്പോഴാണ് പ്രദേശവാസിയായ സായി സൂരജ് കടുവയുടെ രൂപസാദൃശ്യമുള്ള ഒരു ചിത്രം മൊബൈലിൽ പകർത്തിയത്. അപ്പോൾ രാത്രി തന്നെ നാട്ടുകാർ വിവരമറിയിച്ചു. തുടർന്ന് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. ഇന്നലെ പകലും തിരച്ചിൽ നടത്തി, പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. നിരീക്ഷണം ഇന്നും തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. കാരണം പ്രദേശവാസികളുടെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ 2 സെൻസർ ക്യാമറകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം പുലി അങ്ങനത്തെ ജീവികളൊക്കെ പോകുമ്പോൾ ഇളക്കം, നമ്മളിപ്പോൾ ഒരു മൂവിങ് സെൻസറൊക്കെ ഉള്ള ക്യാമറ, അതിന് മുന്നിൽ കൂടെ എന്തെങ്കിലും വസ്തുക്കൾ പോയി കഴിഞ്ഞാൽ അത് അത് ക്യാച്ച് ചെയ്യും, അത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചർമാരായ ബൈജുനാഥ്, വിജിത്ത്, താമരശ്ശേരി RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജീവ് തുടങ്ങിയവരാണ് അന്വേഷണ ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK വിജേഷ്, വാർഡംഗം ബൈജു കൂമുള്ളി എന്നിവരും അന്വേഷണ സംഘത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഒപ്പം തന്നെ വ്യാജ സന്ദേശങ്ങളോ ചിത്രങ്ങളോ പുലിയുടെ ഈ ഗർജിക്കുന്ന മുകളിലുള്ള ചിത്രങ്ങളൊന്നും പ്രചരിപ്പിച്ചിട്ട് നാട്ടുകാരെ കൂടുതൽ പേടിപ്പിക്കരുത്. കാരണം ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അങ്ങനെ അവിടെ പുലി ഇവിടെ പുലി, കാരണം ഒരു ട്രെൻഡാണത്. ഇപ്പോൾ ഒരു പുലി കണ്ടത് ഒരുപക്ഷെ പുലി ആയിരിക്കാം, അല്ലായിരിക്കാം, പക്ഷേ അതിന് പുറകെ പുലി വരുന്നേ പുലി എന്ന രീതിയിൽ നാട്ടുകാരെ പേടിപ്പിക്കുന്ന വിരുദ്ധന്മാരൊക്കെ ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഓൺലൈൻ കാലഘട്ടം കൂടി ആയതുകൊണ്ട് അതിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അത്തോളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ അറിയിച്ചിട്ടുണ്ട്. അത് അവർ അറിയിച്ച കാര്യം പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഇനിയും പുലിയെ കണ്ടു, ഇന്ന സ്ഥലത്ത് കണ്ടു എന്നൊക്കെയുള്ള വാർത്തയുടെ ഉറവിടമൊക്കെ പരിശോധിക്കുക. അതിന് കൃത്യം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോഴേക്കും ഓടിച്ചെന്ന് തിരച്ചിലൊക്കെ അതിന് ശേഷം മതി എന്നാണ് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം. കാരണം വ്യാജ വാർത്തയിൽ വീഴരുത്. ഇപ്പം കൊടശ്ശേരി ഭാഗങ്ങളിലും കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു. ഇതിനെ തുടർന്ന് രാത്രി 11 മണിക്ക് ഈ പ്രദേശങ്ങളിലും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പം CCTVയുടെ നമ്മളെ ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ അർജുൻ? എനിക്ക് തോന്നുന്നു കാണിച്ചതാണല്ലോ നമ്മളിൽ അർജുൻ. ക്യാമറ സെൻസർ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ചിലപ്പം കടുവ കുടുങ്ങുന്നൊക്കെയാണ് തോന്നുന്നത്. അതിലൊരു കാര്യമുണ്ട്, പിന്നെ ആ വ്യക്തി എടുത്ത ഫോട്ടോ, സായി സൂരജ് എടുത്ത ഫോട്ടോ, ഇതാണ് ക്യാമറ. അപ്പോൾ സായി സൂരജ് എടുത്ത ഫോട്ടോ അത് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വരകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കടുവ എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ അത് കടുവയല്ല എന്ന് വനംവകുപ്പ് അധികൃതർ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിലോ അല്ലെ അടുത്ത മണിക്കൂറുകളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പം ജനങ്ങൾ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം പകൽ സമയത്തൊന്നും വേറെ സ്ഥലത്ത് കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും നിങ്ങളൊരു ചെറിയൊരു ജാഗ്രത തുടരുക എന്നുള്ളത് രാത്രി കാലങ്ങളിലൊക്കെ. ഇതെന്താണെന്ന് അറിയുന്നവരെ നമുക്ക് അങ്ങനെയാണല്ലോ, ഉറക്കം കെടുത്തിക്കഴിഞ്ഞാൽ ആ സമാധാനം കെട്ടുകഴിഞ്ഞാൽ നമുക്കതെന്താണെന്ന് അറിയണം. അപ്പം അത്തോളിക്കാരുടെ കടുവാഭീതി അസ്ഥാനത്തല്ല എന്ന് തോന്നുന്നു. കാരണം വനംവകുപ്പ് അത് കടുവയല്ല എന്ന് പറഞ്ഞിട്ടില്ല, പുലിയല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ വീട്ടമ്മ കണ്ടത് അത് ഒരു കാട്ടുപൂച്ചയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ആളാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് കടുവയല്ല എന്ന് പറയാത്തിടത്തോളം ആ സമയം ചെറിയൊരു ജാഗ്രതയിൽ ചെറിയൊരു ജാഗ്രത, ഒരു മുൻകരുതൽ. രാത്രി ആ സമയത്തൊന്നും ഒറ്റപ്പെട്ട നമ്മൾ എന്താ പറയുക, മരങ്ങളൊക്കെ മൂടിക്കിടക്കുന്ന ഭാഗത്തോ അല്ലെ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗത്തോ കുറ്റിച്ചെടിയുടെ ഭാഗത്തോ ഒക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കാം. അത്തരം കേന്ദ്രങ്ങളിലാണ് ആ സെൻസർ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഏതായാലും ബിരുദൻ അതിൽ കുടുങ്ങുമെന്ന് വിചാരിക്കുക. ഇനി പുലിയെ കടുവ അല്ലാതിരിക്കട്ടെ, മറ്റെന്തെങ്കിലും ജീവികളായിരിക്കും തീരട്ടെ. കാരണം നിങ്ങളുടെ ആശങ്കക്കൊപ്പം ഞങ്ങളുമുണ്ട്.